ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു ഇന്റേൺഷിപ്പ് പരിപാടിക്കായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളുടെ ജേർണിയൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. നമുക്കറിയില്ല എന്തൊക്കെയാണ് നടക്കാൻ പോണതെന്ന്. ആദ്യം തന്നെ 2-3 വണ്ടത്തരം നമ്മൾ വന്നു പറഞ്ഞ ഓറഞ്ച് തിന്നു, നമ്മൾ കുറച്ച് മുട്ടായിയൊക്കെ തിന്നു. നാളെ തൊട്ടാണ് ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ 9 മണി തൊട്ട്. നമ്മൾ ഇന്നേ വന്നു, നാളെ ഇൻ കേസ് താമസിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതൊരു വാർഡ് പോലെയാണ്. ഇവിടെ പേഷ്യൻസൊക്കെ കിടക്കുന്ന സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു അവരത് വേക്കൻ്റ് ആക്കി ഇട്ടിട്ട് നമുക്ക് തന്നതാണെന്നാണ് തോന്നുന്നത്. നമുക്ക് ഒരുപാടൊന്നും ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ഓണാക്കിയില്ലായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഇഡലി സാമ്പാറുമാണ്. അഞ്ജുവിൻ്റെ കാര്യം ഇവിടെ കുഞ്ഞുങ്ങളില്ല. എവിടെ എല്ലാം ഒരേ എല്ലാരും ഇല്ല മറ്റേ വീഡിയോക്കകത്തുണ്ട്. ഇടി എന്നെ കൂടെ കാണിക്കണേ. എല്ലാ വീഡിയോ വ്ളോഗിനകത്ത് കേസ് നമ്മൾ അങ്ങോട്ട് അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കാണിക്കാം. അല്ല ഇനി ഉണ്ടെന്ന് എന്റെ കുപ്പിച്ചു കൊള്ളുന്നു. അവളെ കൂടെ വിളിച്ചാണെന്നും പറഞ്ഞു ആദരവിനോട്. It was about, that was 2 years back, 2 or 3 years back. Yes guys. ഒരു വസന്തകാലത്തിന്റെ സമാരംഭമാണ്. യാത്ര ചെയ്തു വന്ന വഴിത്താരികളിലൊക്കെയും ബൊഗെയിൻ വില്ലകൾ പൂത്തു നിൽക്കുന്നു. പല നിറം കാച്ചിയ പൂക്കൾ. ഇപ്പോൾ ഞാനൊരു പരിപാടിക്ക് ഇടയ്ക്കായിരുന്നു. ഞാൻ സൂര്യയോട് പറഞ്ഞു, സൂര്യ ഫോൺ വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് അവിടുത്തെ പരിപാടിയല്ലേ ഞാൻ എത്തും എന്ന് പറഞ്ഞു. പിന്നെ രാത്രിയാണ് ഞാൻ വിവരങ്ങൾ ശേഖരിച്ചത്. നമ്മൾ ഒരു ഫോൺ വന്നു. അപ്പോൾ അദ്ദേഹം ആ ഫോൺ എനിക്ക് തന്നു. ആ ഫോണിലെ ആവശ്യം മെഡിക്കൽ ലീവാണ്. അയാൾ ഭാര്യ പ്രസവിക്കാനൊക്കെ പോകാതിരിക്കുകയാണെങ്കിൽ പോകാൻ പറ്റുന്നില്ല, സ്റ്റേഷന്റെ ചുമതല കാരണം. അപ്പൊ അയാൾ വീണ്ടും പറഞ്ഞു, ആരും വരരുത്, ആരും വരില്ല, നീ എന്റെ അടുത്തേക്ക് വാ, നിന്നേക്കായി പ്രശ്നം എനിക്കുണ്ട്, എനിക്ക് നിന്റെ സഹായം വേണം.
കേരളത്തില് അങ്ങോളം ഇങ്ങോളം എത്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ. ടോപ്പിക്കിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഓൺലൈൻ മീറ്റിംഗിൽ നിങ്ങൾ വന്നിട്ടുണ്ടാവും. ആ ഓൺലൈൻ മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ഒരു ബ്രിഡ്ജ് ഏണിംഗ് എന്ന് പറയുന്നത് എന്താണ്, സൂയിസൈഡൽ പ്രിവെൻഷൻ, മറ്റു കാര്യം പെരിഫറലി ഞാൻ പറയേണ്ടി വരും, അതിൽ കാര്യമില്ല. അപ്പൊ നമുക്ക് ബേസ് കറക്റ്റ് അതിന്റെ സയൻസ് പറഞ്ഞിട്ട് ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയലിലേക്ക് വരാം. ഇറ്റ്സ് എ ഷോർട്ട് ബ്രേക്ക് പ്ലീസ്. ടീ ബ്രേക്ക് ആണ് ഗൈസ്. ജ്യൂസ് ബ്രേക്ക്. സോറി, ജ്യൂസ് ബ്രേക്ക് ആണ് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ സ്റ്റോറി വ്ളോഗ്. ഗൈസ്, നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ്, നമ്മൾ ഒന്നിച്ച് എത്തിയിരിക്കുകയാണ്. എവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്? സൈക്കോ പാർക്ക് ഗൈസ്. ആഫ്റ്റർ 2 years ഓർമ്മകൾ പുതുക്കാനായിട്ട് വന്നു ഗൈസ്. നമ്മളെ കൂടെ നമ്മളെ ഗാങ്ങിലെ കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാവരും നമ്മുടെ കൂടെ ഇല്ല ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വേറെ ഹൈലൈറ്റ്. നമ്മൾ ഗൈസ് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പൊ കാണിച്ചു തരാൻ പറ്റിയ സാഹചര്യം അല്ല, കാണിച്ചു തരാം. നല്ലത്. ഗൈസ്, വൈശാലിയുടെ യൂട്യൂബ് ചാനൽ ഞാൻ 2 ദിവസത്തേക്ക് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നു. ഞാൻ ടേക്ക് ഓവർ ചെയ്തു ഗൈസ്. അപ്പം ഞാനായിരിക്കും ഇനി വ്ളോഗ് ഹാൻഡിൽ ചെയ്തു ഗൈസ്. കുറേ നാളായി ഞാൻ വ്ളോഗൊക്കെ എടുത്തിട്ട്. അപ്പം എനിക്ക് അതിൻ്റെ ഒരു സഫാകമ്പം ഉണ്ട് ഗൈസ്. സഫാകമ്പം ഗൈസ് വായിന്ന് വരുന്നില്ല ഗൈസ്. അപ്പോൾ ഞാനായിരിക്കും ഇനി ഈ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നത് ഗൈസ്. പോടാ ഹായ് ഗൈസ്. നമുക്കിവിടെ നമ്മളെ ടീമുണ്ട്. ഡാൻസർ കിരിച്ച, ചാൻവിസ് ജെ ആൻഡ് ദബിയസ്. ആൻഡ് ഇവിടെ ഒരു സീനിയർ കൂടിയുണ്ട് ഇവിടെ. ഹൈ സീനിയർ ഫ്രം വടകര. ഷീസ് ഫ്രം വടകര. ഇൻ ബിറ്റ്വീൻ ഞാൻ ഒന്ന് പറഞ്ഞിട്ട് തരാം ഗൈസ്. ഈ മനുഷ്യനെ കണ്ടിട്ടാണ് ലവൾ പറഞ്ഞത് ഇവളുടെ അച്ഛനാണ്. നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന് പറഞ്ഞ ചില സാധനങ്ങളുണ്ട്. ലിറ്ററേച്ചർ എവിടെ ഇരിക്കുന്നത്? അതെ, പറഞ്ഞാൽ നമ്മള് പെരിഫറലായി പോകും, അതിൽ കാര്യമില്ല. അപ്പൊ അത്തരത്തിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളിന് എങ്ങനെ നിങ്ങളുടെ ആർക്കെങ്കിലും ഡിപ്രഷന്റെ എന്തെങ്കിലും ചില കാര്യങ്ങൾ വരുന്നു, അത് ഐഡന്റിഫൈ ചെയ്യാൻ വീട്ടിലുള്ള ആളുകൾക്ക് കഴിയണം. ഹൈപ്പർ ആക്റ്റീവ്, മൈൽഡ് ഓട്ടിസം. ഇന്ന് നമ്മളെ മിസ്സിനൊക്കെ നമ്മൾ കണ്ടു ഗൈസ്. മിസ്സാണ് ഗൈസ്. ഇനി ഫോട്ടോ എടുക്കാം. നമ്മൾ ഉച്ചക്കത്തെ ചോറ് കഴിക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. പായസം കിട്ടും ഇവിടെ ചെല്ലൊക്കെ വിചാരിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. ചൂടുവെള്ളമുണ്ട് നമ്മുടെ കയ്യിൽ. നമ്മളിപ്പോ അടുത്ത സെഷന് വേണ്ടിയിട്ട് പോവാണ്. സെഷൻ നിങ്ങൾ വിചാരിക്കും എന്ത് വലിയ സെഷനാണ്, പക്ഷെ ഇത് വലിയ സെഷൻ, ചെറിയ സെഷനിൽ നമുക്ക് വലിയ വലിയ പോയിന്റ്സ് ആണ്. എല്ലാവരും ഉണ്ട് ഗൈസ്. മിസ്സിന് അവിടെ വെയിറ്റ് ചെയ്യുന്നേ. ഗൈസ്, നിങ്ങൾ യൂട്യൂബർ വൈശാലിക്ക് നമ്മളെ ഇന്ന് രാവിലെ 10:30 സമയത്തായിരുന്നു നമ്മളുടെ ആ സെഷൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മൾക്ക് ഇടയ്ക്കൊരു ജ്യൂസ് ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കുറച്ചൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇനി നെക്സ്റ്റ് സെഷൻ വന്നിട്ട് 2:15 അതപ്പം സ്റ്റാർട്ട് ചെയ്യും.
അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കറിയില്ല എത്ര സമയം വരെ ഉണ്ടെന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ സൈക്കോ പാർക്കിലെ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് അങ്ങനെ ഇപ്പം എല്ലാവരും ഉണ്ട്. കുറച്ച് പേര് അവിടെ ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുപേര് അവിടെ വെയിറ്റ്, കുറച്ചുപേര് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ആകെ 5-6 പേരേ ഉള്ളൂ. അതാണ് പറയുന്നത്. പിള്ളേർക്കൊക്കെ ഇത് എങ്ങനെ മുടി വളരുന്നത്? എന്റെ മുടിയൊക്കെ നശിച്ചു. എന്റെ മുടി ഞാൻ വെട്ടിക്കളഞ്ഞു. ക്ഷണിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ സൈക്കോ പാർക്ക് എന്ന് കേൾക്കുമ്പോ നമ്മളിപ്പോ ഈ സൈക്കോ എന്നുള്ള വേർഡ് എല്ലാ സ്ഥലവും ഇത് കഴിഞ്ഞിട്ടുള്ള മഴ പെയ്ത് സ്ഥലം മാറിപ്പോയി. ഇത് തന്നെ അല്ലേ മഞ്ഞ? ഇതല്ലേ ഫുട്ബോൾ കോർട്ടൊന്നും പറഞ്ഞ് കെട്ടിയിട്ടേക്കണേ. ഫുട്ബോൾ കോർട്ട് നമ്മൾ വിളിച്ചപ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം, നല്ല ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഒരിടത്ത് കൂടി നിന്ന് കേക്കാൻ വയ്യ. അങ്ങനെ പറഞ്ഞൊന്നും കാര്യമില്ല. ഇഷ്ടാന്ന് പറഞ്ഞാൽ മാത്രം ഇവിടുന്നുള്ളൂ. അല്ലേ എപ്പോഴും ഞാൻ ചാടും. അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടായിട്ട് ഇഷ്ടാണ്ടിട്ട് പറഞ്ഞാലും നീ ചാടാ. ഫസ്റ്റ് സീൻ ക്ലാസ് റൂം ആണ്. ഒരാഴ്ചയായിട്ട് നമ്മൾ ഗാദറിങ്സിനൊന്നും വിളിച്ചിട്ട് വരുന്നുമില്ല. നീ ഓക്കെ ആയിട്ടിരിക്കും. നമുക്ക് എന്തെങ്കിലും അവനെ വിളിക്കുക, എന്തെങ്കിലും ചെയ്തു നോക്കാം. ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കരുത്. നമ്മളെല്ലാവരും ഇല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളടുത്ത് അവരെ പൊണ്ണ മോനും എല്ലാ പൈസ കൊടുത്തിട്ടും അവരെന്നെ പറ്റി കുറ്റം പറയും. ഞാൻ എന്താ എനിക്ക് ഡിവോഴ്സ് വേണ്ട. അങ്ങനെ ചേച്ചി പറ്റില്ല ചേച്ചി.
ഗൈസ് ഡിന്നർ ടൈം ആണ് ഗൈസ്. ഞാൻ പറഞ്ഞത് കേട്ടില്ല. നമ്മൾ സ്റ്റേ ചെയ്തതിനോടുണ്ട് ടാസ്കുകൾ ചെയ്ത് നമ്മുടെ ജീവിതം ഇങ്ങനെയായി. ഗൈസ് നമുക്ക് ഒരു ടാസ്ക് ഉണ്ട്, അത് വഴിയെ ചെയ്യണം. ഗൈസ് അങ്ങനെ 10-14 ആയിരിക്കുകയാണ്. 10-14 വരെ ആയിരുന്നു നമ്മളുടെ ആദ്യത്തെ ദിവസത്തെ ഇന്റേൺഷിപ്പ്. നാളെ മിക്കവാറും ഉച്ചവരെയൊക്കെ കാണുള്ളൂ. അപ്പം നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മൾ മാറുവാണ്. ഇവിടുത്തെ സൈക്കോ പാർക്കിന് വേണ്ടിയിട്ടുള്ള ഡോർമെട്രി ഉണ്ട്. AC-ന്നൊക്കെയാണ് പ്രതീക്ഷിച്ച് പോകുന്നത്. ആണെന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം, അറിയാം. എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. എന്നിട്ട് നമ്മളെ ലഗേജ് എടുത്തിട്ട് നമ്മൾ അടുത്ത ഇതിലോട്ട് പോകും. കാണിച്ചു തരാം. ഇനിയുണ്ടോ? നമ്മൾ ഡോർമെട്രിയിൽ എത്തി ഗൈസ്. സൂപ്പർ ഗൈസ്. ഓടിപ്പോയി ഗൈസ് ഇതാണ് ഗെറ്റ് റെഡി വിത്ത് മീ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഗൈസ് അങ്ങനെ രാവിലെ ആയിരിക്കാണ്. ആരാണ് ആ ലിങ്ക് അയച്ചു കൊടുത്തത്? ഇവിടെ എല്ലാവരും പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ സവാരി ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പം അവിടെ നിന്ന് എന്താണ് സൈക്കോ പാർക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നോക്കരുത്, എനിക്ക് നാണം വരും. അവിടെ ചെന്നിട്ട് പിന്നെ പോകുന്നല്ലേ. നമ്മളെത്തി. നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ അടുത്ത സെഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സെഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതെ ആണ് ഗൈസ് നമ്മുടെ സൈക്കോ പാർക്ക്. അവിടെ ചെന്നിരുന്നു. ഞാൻ വണ്ടിയിലിരിക്കാം, കൊച്ചു കൊച്ചു വണ്ടിയിൽ. അപ്പൊ ഞാൻ ഇരിക്കണോ? ഞാൻ ഇരിക്കുന്നതിന് ഞാൻ ഇരിക്കുന്നടി. ഞാൻ ഇരിക്കാടി. ഓക്കെ, ഒരു ഫോട്ടോ കൂടെ എടുത്തോ. വീഡിയോ ഓഫ് ചെയ്യട്ടെ. നിക്ക് ഞാൻ കേറിയില്ല. എനിക്ക് ആ ഫോൺ തറയെ വീഴല്ലേ. എടി വേറെ ആരെങ്കിലും വരുമോ വീഡിയോ എടുത്ത്? ഈ ലോഗോ കൊണ്ടുള്ള ഉദ്ദേശം എന്തുവാടി? ഈ കാലം കൊണ്ട് എന്തൊരു 23, 22 വണ്ടിക്ക് ചരിവുണ്ടല്ലേ. നമ്മളുടെ സെഷൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതിനാണ് നമ്മളിങ്ങനെ നടന്ന് ഓരോന്നൊക്കെ കാണിക്കുന്നത്. നമുക്ക് ഇവിടെയുള്ള കുറച്ച് പൂക്കളൊക്കെ കാണിച്ചു.
എല്ലാവരും ഉണ്ട് guys. അവന്റെ പേര് സെന്തിലല്ലേ? ഒന്നുകൂടെ സംസാരിക്കുകയാണെങ്കിൽ ഇന്നത്തെ കാര്യം പറഞ്ഞു, സാറിൻ്റെ കാര്യം, അരുണ സാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ ഈ ഇടയായിട്ടാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പറയുന്നുണ്ടോ? ഓക്കെ. സോ ആക്ച്വലി സാറിന് അറിയാം, ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. സാറിന്റെ ക്ലാസ് അന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ചോദിച്ചു. അപ്പം ഞാൻ അന്ന് അവരമായിട്ട് മെസ്സേജ് അവരമായിട്ട് പറഞ്ഞ ഡേറ്റ് ക്ലോസ് ആയിരുന്നു. പിന്നെയാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഓപ്പൺ ആവുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. സത്യം പറഞ്ഞാൽ മെയിൻ ആയിട്ട് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാം കണക്ഷൻ ഉണ്ടാക്കാനായിരുന്നു. ഒന്ന് കണക്ഷൻ ഉണ്ടാക്കാം, 2 ഞാൻ പണ്ട് തൊട്ടേ CG കയറും. പക്ഷേ ഞാൻ പറഞ്ഞ സമയത്ത് ഓക്കെ ഫൈൻ പോയിട്ട് വരാം, എന്തെങ്കിലും അവള് പറഞ്ഞ പോലെ കണക്ഷൻസ്, എനിക്ക് എന്തെങ്കിലും പേഴ്സണൽ ഡെവലപ്മെന്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇനി പുറത്തോട്ട് ഇറങ്ങി പ്രവർത്തിക്കും. ഇതുവരെ എനിക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ല. എനിക്കെപ്പോഴും നോട്ടീസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ആൾക്കാർ വന്ന് ഇവിടെ നിന്ന് പ്രസന്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ സാറാണെങ്കിലും അരുണ സാറാണെങ്കിലും ഓരോ കാര്യം നമ്മളോട് കൺവേ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആയത്. ഈ കണ്ടന്റ് അത് ഇപ്പോൾ ന്യൂറോ സൈക്കോളജി എന്ന് പറയുന്ന ഒരു പാർട്ട് എനിക്ക് അങ്ങോട്ട് വലിയ കണക്ഷൻ ഇല്ലാത്ത ഒരു ഏരിയ ആയിരുന്നു. പക്ഷേ സാറ് കുറേ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് മനസ്സിലാക്കാമെന്നുള്ള രീതിയിലൊക്കെ